നായന്മാർക്കും നായർ സമുദായത്തിനുമെതിരായിട്ടുള്ള പുതിയ വിവേചനമാണോ നടക്കുന്നത്? കേരളം അപകടകരമായ ഒരു വഴിയിലോട്ടാണ്. ഒരു കുട്ടിയുടെ പേര് ചോദിക്കാം, അവൻ ഏത് സ്കൂളിൽ പഠിക്കുന്നു എന്നും ചോദിക്കാം. എന്നാൽ ഒരു കുട്ടിയോട് നീ ഏത് ജാതിയിൽപ്പെട്ടവനാണ് എന്ന് ചോദിച്ച് അതിൻ്റെ പേരിൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഒരു സമൂഹം പുരോഗമന സമൂഹമാണോ? കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായി മാറിയ ഒരു സംഭവമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്ന സ്ഥാപനത്തിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന സംഭവം. ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത്തരം സംഭവം നടന്നതായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഈ സ്ഥാപനത്തിന് ഭൂമിദാനമായിട്ട് നൽകിയത് NSS ആണ്. ഇത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച വിവാദം മാത്രമല്ല, കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും സാമൂഹിക നീതിയെയും സംബന്ധിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. ഇന്ന് കേരളത്തിൽ ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ച്, അതായത് നായർ സമുദായത്തെക്കുറിച്ച് എന്തും പറയാം, അവരെ പരിഹസിക്കാം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കളിയാക്കാം, അവരുടെ ഭക്ഷണത്തെ പോലും ജാതീയമായി ചിത്രീകരിക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പതിവ് കാഴ്ചയാണ്. ചിലർ ഇത് തമാശയാണെന്ന് പറയും, ചിലർ ഇത് സാമൂഹിക വിമർശനമാണെന്ന് പറയും. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാവും. ഈ രീതിയിലുള്ള പൊതുവൽക്കരണം മറ്റേതെങ്കിലും സമുദായത്തെക്കുറിച്ച് ആണ് നടത്തിയിരുന്നെങ്കിൽ സമൂഹം അതിനെ അംഗീകരിക്കുമോ? സംഭവം എന്ന് പറയുന്നത് NSS അനുബന്ധ ബാലസമാജത്തിലെ കുട്ടികൾ, പാമ്പാടി കരയോഗവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുന്നു. ധാരാളം സമുദായ സംഘടനകളും ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിലും ഇത്തരം രീതിയിൽ കുട്ടികൾ അവിടെ എത്താറുണ്ട്. അപ്പോൾ മുൻകൂട്ടി അനുമതിയും ഫീസും അടച്ചിരുന്നു, അനുമതി വാങ്ങിയിരുന്നു, ഫീസ് അടച്ചിരുന്നു. എന്നാൽ അവർക്കെതിരെ പ്രതിഷേധം ഉയരുന്നു ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നും വിദ്യാർത്ഥിനികളിൽ നിന്നും. ഈ ആരോപണം വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ളതെന്നാണ്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യവുമാണ്. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല വിഷയം, ഇവിടെ മുതിർന്ന നേതാക്കളുമല്ല വിഷയം. ഇവിടുത്തെ വിഷയം കുട്ടികളാണ്. വിവേചനം ആരോടായാലും അത് വിവേചനം തന്നെയാണ്. ഒരു കാര്യം വ്യക്തമായി പറയണം, ഏത് മതക്കാരനോടായാലും ഏത് ജാതിക്കാരനോടായാലും ഏത് സമുദായത്തോടായാലും വിവേചനം തെറ്റാണ്. നാം എതിർക്കേണ്ടത് ജാതീയതയാണ്. പുതിയ ജാതീയത സൃഷ്ടിക്കുകയല്ല വേണ്ടത്. ഒരു വിഭാഗത്തിനെതിരായ വെറുപ്പ് മറ്റൊരു വിഭാഗത്തിൻ്റെ മോചനമല്ല, അതൊരിക്കലും സംഭവിക്കുമില്ല. അത് വെറുപ്പിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. ഇത് ഇരട്ടത്താപ്പുമാണ്. ഈ സംഭവത്തെക്കുറിച്ച് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മറ്റൊരു മതവിഭാഗത്തിലെ അല്ലെങ്കിൽ ജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് സമാനമായ അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ കേരളം എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കും? രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കുമായിരുന്നു എന്ന് ഉറപ്പോടെ പറയാനാവുമോ? ഈ ചോദ്യം സമൂഹം ആത്മാർത്ഥമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. NSS നേതൃത്വത്തിന് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളിൽ എല്ലാ സംഘടനകൾക്കും ഉത്തരവാദിത്വമുണ്ട്. പ്രതിഷേധം നടത്താം, വിമർശിക്കാം. പക്ഷേ കുട്ടികളെ ലക്ഷ്യമാക്കുന്ന ഒരു സമീപനവും അംഗീകരിക്കാനാവില്ല. അത് ജനാധിപത്യത്തിൻ്റെ ഭാഷയല്ല. കേരളം ഒരുപാട് സാമൂഹ്യ നവോത്ഥാനങ്ങൾ കണ്ട ഒരു നാടാണ്. ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങി മറ്റ് പല നവോത്ഥാന നായകരും സ്വപ്നം കണ്ടത് വെറുപ്പില്ലാത്ത ഒരു സമൂഹമായിരുന്നു. അതുകൊണ്ട് ഇന്ന് നാം സ്വയം ചോദിക്കണം, നമ്മൾ ജാതീയതയ്ക്കെതിരെ പോരാടുകയാണോ അല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള ജാതീയത സൃഷ്ടിക്കുകയാണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ അവൻ്റെ സമുദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സമുദായ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താമോ? ഒരു സമുദായ സംഘടനയുമായി ബന്ധമുണ്ടെന്ന കാരണത്താൽ വിദ്യാഭ്യാസ സന്ദർശനം നടത്തുന്നത് തടയുന്നത് ശരിയാണോ? അല്ലെങ്കിൽ സംഭവത്തിന് പിന്നിൽ മറ്റേതെങ്കിലും അജണ്ടയോ കാരണങ്ങളോ ഒക്കെ ഉണ്ട്? ഇതൊക്കെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതാണ്. കേരളം നവോത്ഥാനത്തിൻ്റെ നാടാണെങ്കിലും ഇപ്പോൾ നടക്കുന്നത് ഇത്തരം കളികളാണ്. ഏത് നവോത്ഥാനമായാലും നായർ സമുദായത്തിൻ്റെയോ നായർ സമുദായത്തിൽ ജനിച്ച വ്യക്തികളുടെയോ കയ്യൊപ്പോ സഹായവും കൂടാതെ ഒരു നവോത്ഥാനവും കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ നായർ സമുദായത്തിനെതിരായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അതിൽ ഈ ഇരട്ട മാനദണ്ഡങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു സമൂഹം ഒരേ മാനദണ്ഡം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്.
ഈ വിഷയത്തിൻ്റെ വസ്തുതകൾ കണ്ടെത്തേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്. കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് നിയമം അർഹിക്കുന്ന രീതിയിൽ അവർക്ക് ശിക്ഷ നൽകേണ്ടതുമാണ്. കാരണം കുട്ടികൾ ഒരിക്കലും സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഇരകളാകരുത് എന്നുള്ളതാണ്. വിവേചനം ആർക്കെതിരെയായാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. സമത്വവും പരസ്പര ബഹുമാനവുമാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിത്തറ. കേരളത്തിലെ എല്ലാ ഈ കാണുന്ന നവോത്ഥാനവും ജനാധിപത്യ പ്രക്രിയകളും എല്ലാം തുടങ്ങി വെച്ചത് നായർ സമുദായം തന്നെയാണ്. നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ജാതീയതയ്ക്കെതിരായി പോരാടുകയാണോ അതല്ലെങ്കിൽ പുതിയ രൂപത്തിലുള്ള ഒരു തരം ജാതീയത സൃഷ്ടിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ കാര്യം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കേരള സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നായർ സമുദായത്തിനെതിരായിട്ട് നടക്കുന്ന വംശഹത്യാ ശ്രമങ്ങളും സാംസ്കാരിക വംശഹത്യാ ശ്രമങ്ങളും ജനങ്ങളുടെ മുന്നിലെത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.